അടുത്തതാണ് അഡീഷൻ ഓഫ് സോഡിയം ബൈസൾഫൈറ്റ് NaHSO3. അപ്പൊ ഈ സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് നോക്കാം. RC≡OH ഇതെന്തായിട്ട് റിയാക്ട് ചെയ്യും? NaHSO3 സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ പ്രോഡക്റ്റിലേക്ക് എത്തിയത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ OH OSO2Na, അതായത് ബൈസൾഫൈറ്റ് അഡീഷൻ നടത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ്. ഓക്കെ, ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യണത്. ഇനി എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കണതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് NaHSO3 എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യണത്? OS ഡബിൾ ബോണ്ട് OH NaHSO3 അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റിലാണ് O- Na+ എന്നുള്ള സ്റ്റേറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യണത്. അപ്പൊ എന്ത് ചെയ്യും? ഇതിലേക്ക് ന്യൂക്ലിയോഫൈലിലേക്ക് ഏത് ആഡ് ചെയ്യുക? SO2H എന്ന് പറയുന്ന ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പോർഷൻ ആണ് ആഡ് ചെയ്യുക. അപ്പൊ RC≡OH ഇവിടേക്ക് O- Na+ ഈ കാർബണിലേക്ക് ആഡ് ചെയ്യും. O-SO3H എന്നുള്ള ഈ ഒരു പോർഷൻ ഇവിടേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്തിട്ട് എന്ത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക? RCH, ഇവിടെ O-, ഇവിടേക്ക് എന്തുണ്ട്? O-, OSO2Na, OS ഡബിൾ ബോണ്ട് OH ഈ ഒരു പോർഷനാണ് ഫോം ചെയ്യുക. ഇനി അടുത്തത് എന്തുണ്ട്? ഇവിടെ നമുക്കറിയാം ഈ Na+ ഈ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷനിലേക്ക് Na+ ഇവിടെ ഉള്ളത് എവിടേക്കാണ്? ഈ O- അറ്റാച്ച് ചെയ്യും. അതായത് Na+ ഇവിടേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? RCHONA, O-Na+, ഓക്കെ, ONA OSO2H എന്നുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അടുത്ത് തന്നെ എന്താണ്? ഇതിൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും. പ്രോട്ടോൺ ട്രാൻസ്ഫർ, അതായത് എന്താണ്? ഈ ഹൈഡ്രജന് ഇങ്ങോട്ടും ഇവിടുത്തെ ഈ പ്രോട്ടോൺ ഇങ്ങോട്ട് വരും, Na ഇങ്ങോട്ട് വരും. അപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. RCOH HOSO2Na എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, OSO2Na എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ ആക്ച്വലി റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് എഴുതുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ആക്ച്വലി റിയാക്ഷൻ നടക്കുന്നത് ഈ NaHSO3 ഈ ഒരു സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യണത്. അപ്പൊ OSO2H എന്ന് പറയുന്ന ഈ ഒരു ന്യൂക്ലിയോഫിലിക് പോർഷൻ ആണ് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ ബൈസൾഫൈറ്റ് എഡിഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് റിയാക്ഷൻസ് നോക്കാം. അപ്പൊ ഇത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ മതി നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് റിയാക്ഷൻസ് നോക്കാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ആണ് CH3 C≡OH അസറ്റാൽഡിഹൈഡ്. ഇത് സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് ന്യൂക്ലിയോഫിലിക് എഡിഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 COSO2Na OH ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ അസറ്റോൺ നോക്കാം. CH3 C≡OCH3 ഇത് സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 OSO2Na. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
CH3 C double bond O C2H5 NaHSO3 ആയിട്ട് അഡീഷൻ നടത്തിയിട്ട് ഏത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതേപോലെ പ്രോഡക്റ്റ് എഴുതും. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും ഇവിടെ റിയാക്ഷൻ നടക്കാത്തത്? ഇവിടെ റിയാക്ഷൻ നടക്കാത്തതിന് കാരണം ഇവിടെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നോക്കൂ, നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് എങ്ങനെയാണ് ന്യൂക്ലിയോഫൈൽ ജനറേറ്റ് ചെയ്യണത്? NaO മൈനസ് S ഡബിൾ ബോണ്ട് OH ആണ് അല്ലെ NaHSO4ന്റെ സ്ട്രക്ചർ. അപ്പൊ ഈ ഒരു പോർഷൻ ആണ്, അതായത് O മൈനസ് SO2H എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. അതായത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് തന്നെ ബൾക്കിയാണ് അല്ലെ. അത് വീണ്ടും ഇതേപോലെ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ വരുന്ന കീറ്റോണിലേക്ക് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നടക്കില്ല. അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായിരിക്കും, റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവായിരിക്കും. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ, കീറ്റോൺസിന്റെ കേസിൽ രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അതർവൈസ് ദ റിയാക്ഷൻ വിൽ നോട്ട് ഒക്കർ. അതായത് അഡീഷൻ പ്രോഡക്റ്റ് സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യേയില്ല. ഈ ഒരു കേസിൽ റിയാക്ഷൻ നടക്കില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പാണ്, ഇവിടെ 2 കാർബൺ ആറ്റം വരുന്ന ഒരു ഗ്രൂപ്പാണ്, ഇത് ബൾക്കി ഗ്രൂപ്പാണ്. സോ ഈ കേസിൽ റിയാക്ഷൻ നടക്കില്ല. റിയാക്ഷൻ നടക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ബൾക്കിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബൾക്കി ന്യൂക്ലിയോഫൈൽ കീറ്റോണിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ കൂടുതൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അപ്പൊ റേറ്റ് കുറയും. ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് നല്ലപോലെ കൂടുന്നത് കൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കുകയില്ല. അപ്പൊ മീഥൈൽ കീറ്റോൺസ് ആണ് വരണേ, മീഥൈൽ ഗ്രൂപ്പുകൾ വരണ കീറ്റോൺസ് ആണെങ്കിൽ, ലോവർ കീറ്റോൺസ് ആണെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലാത്ത കേസിൽ ഈ സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യില്ല. ഓക്കെ.